ഷിരൂരിൽ തിരച്ചിൽ തുടരുകയാണ്. ഡ്രഡ്ജിംഗ് പുരോഗമിക്കുന്നു. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സ്ഥലത്തുണ്ട്. ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, രാവിലെ മുതൽ വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോഴും തിരച്ചിൽ തുടരാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? അത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി മഴ ഏതായാലും ഇവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. അത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. തിരച്ചിൽ നടപടികൾ ഈ ആശങ്കകൾക്കിടയിലും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കാണുന്ന പ്രദേശത്താണ്, അതായത് 4 പോയിന്റുകൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാർക്ക് ചെയ്തിരുന്നു. അതിൽ 4-ാമത്തെയും 3-ാമത്തെയും പോയിന്റിന്റെ ഭാഗത്താണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. അതിനടിയിൽ ലോറി ഉണ്ട് എന്നുള്ള ഒരു സൂചനകളാണ് അദ്ദേഹം നടത്തിയ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഡ്രഡ്ജിംഗ് സംഘമാണ് അവിടെ പരിശോധനകൾ നടത്തുന്നത്. നിലവിൽ ഇതുവരെ ഇന്ന് കാര്യമായിട്ട് ആശാവഹമായിട്ടുള്ള പുരോഗതികളൊന്നും ഇന്ന് ഉണ്ടായിട്ടില്ല. രാവിലെ മഴ വലിയ ആശങ്കയായിട്ട് നിലനിന്നിരുന്നെങ്കിലും ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. NDRFന്റെ സംഘവും നേവി സംഘവും ഒക്കെ നേരത്തെ പുഴയിൽ തിരച്ചിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ ഒരു ഇടവേള തിരച്ചിലിന് എടുത്തിരിക്കുകയാണ്. ഏതായാലും ഈ മോശം കാലാവസ്ഥയ്ക്കിടയിലും കാലാവസ്ഥ ഈ തിരച്ചിലിന് യാതൊരു തരത്തിലുള്ള തടസ്സമാവില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ദൗത്യ സംഘമൊക്കെ പറയുന്നത്. ഇപ്പോൾ സാരം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, ഇന്നത്തെ ഒരു പ്രധാന പുരോഗതി എന്ന് പറയാൻ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, മുൻ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഇതുവരെ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. CP4 അതുപോലെ തന്നെ CP3 അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നടത്തുന്നതെങ്കിലും ഇപ്പോഴും ഒരു അനിശ്ചിതത്വം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി കാര്യമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രതീക്ഷ ആ രീതിയിൽ തന്നെ നിലനിർത്തി പോകാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ചില ഭാഗങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മറ്റ് വാഹനങ്ങളുടേതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റ് വസ്ത്രങ്ങൾ കിട്ടുന്നു, ബാഗുകൾ കിട്ടുന്നു, അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡൈവ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഡൈവ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള ലോഹഭാഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇനി ഒരു പക്ഷേ ഇന്ദ്രബാലനുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിശോധനയോ മറ്റ് പ്ലാനിങ്ങോ ഒക്കെ നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. മധു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മേജർ ജനറൽ ഇന്ദ്രബാലൻ ഇപ്പോൾ നേരത്തെ ഈ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് നൽകിയിരുന്നു. അതിൻ്റെ ഏതാണ്ട് 30 മീറ്റർ ചുറ്റളവിൽ പരിശോധന നടത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹം നൽകിയ നിർദ്ദേശം. ഏതായാലും അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. നിലവിലേതായാലും ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. മഴ മാറി നിൽക്കുകയാണെങ്കിൽ, തുടർച്ചയായിട്ട് ഇങ്ങനെ പരിശോധന നടത്താൻ കഴിയുകയാണെങ്കിൽ കാര്യമായിട്ട് തന്നെ ഇതിൽ പുരോഗതി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഏവരും പങ്കുവയ്ക്കുന്നത്. നിലവിലേതായാലും കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായ ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ അടുത്ത വിവരങ്ങൾ നൽകിയത് ഷിരൂരിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുമുണ്ട്.